الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചും അള്ളാഹുവിന് ഭയപ്പെട്ടും ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകുവാൻ, തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്നുപോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് അവസാന ഈമാനോടുകൂടി തന്നെ മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക സംസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. വല്ലദീന ഇദാ അൻഫഖു, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ കരുണാവാരിധിയായ നാഥൻ്റെ അടിമകളുടെ വിശേഷണം. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തും കാണിക്കില്ല, പിശുക്കും കാണിക്കില്ല, അതിനിടയിൽ മധ്യ നിലപാട് സ്വീകരിക്കുന്നവർ. അതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസന്മാർ. അപ്പോൾ അതിൽ ഈ ധൂർത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇസ്റാഫ്, തബ്ദീർ എങ്ങനെ വരുന്നു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ തന്നെ പറയുന്ന രണ്ടാമത്തെ ഭാഗം കൂടി പറയുമ്പോഴാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുക. അപ്പോൾ ധൂർത്ത്, എല്ലാ കാര്യത്തിലും അമിതത്വം എന്ന് പറഞ്ഞ സംഗതി അത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഉദാഹരണങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ അതുപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത ധൂർത്ത് പോലെയും ദുർവ്യയം പോലെയും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ് പിശുക്ക് എന്ന് പറയുന്നത്. ലുബ്ദ്, പിശുക്ക്, അങ്ങനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അരക്കത്തർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഇതും വെറുക്കപ്പെട്ട മോശപ്പെട്ട ഒരു സ്വഭാവം. അപ്പോൾ ധൂർത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 100 രൂപ കൊണ്ട് മതിയാവുന്ന ഒരു സംഗതിക്ക് പിന്നെ അതിൻ്റെ മുകളിൽ ചിലവാക്കുന്നതൊക്കെ ധൂർത്തായിട്ട് വരും. 100 കൊണ്ട് അത് മന്യമായി അത് ചെയ്യാം, പിന്നെ അതിൻ്റെ മുകളിൽ ചെയ്യുന്നതൊക്കെ ധൂർത്ത്, അല്ലേ? എന്നാൽ പിശുക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വേണ്ടത്? 100 രൂപ വേണം ഒരു സംഗതിക്ക് അത് മാന്യമായി നടക്കാൻ, എന്നാൽ അതിലത് കുറച്ച് ചെയ്യാം. അപ്പോൾ അവിടെയാണ് ഈ പിശുക്ക് എന്ന സംഗതി വരിക. അതെല്ലാ കാര്യത്തിലും ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക പല മാർഗങ്ങളുണ്ട്, നമുക്കറിയാം. പല വഴികൾ, പല ആവശ്യങ്ങൾ ദീനിൻ്റെ മാർഗത്തിലുണ്ട്. ഫീ സബീലില്ലാ, അത് പള്ളിയാവാം, മദ്രസയാവാം, ഇസ്ലാമിക പ്രവർത്തനമാകാം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ പങ്കുവഹിക്കുകയും നമ്മൾ ചെലവഴിക്കുകയും ചെയ്യേണ്ട പല സംഗതികളുണ്ട്.
അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ സ്വഭാവം കാണിച്ചാൽ അത് പിശുക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് 100 ആണെങ്കിൽ ഒരു നമ്പർ, ഒരു ഉദാഹരണത്തിന് പറയുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ നമ്മളൊരു 100 നമ്മളതിൽ 100 കൊടുത്തിട്ടാണ് നമ്മളതിൽ പങ്ക് വഹിക്കേണ്ടത്. 100 നമ്മളെ ഭാഗത്ത് നിന്ന് ചിലവഴിക്കേണ്ടതാണെങ്കിൽ അതിലെങ്ങനെ കുറക്കാൻ പറ്റും? അത് എന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പിശുക്കാണ്. ആവശ്യം എത്രയാണോ, നമ്മുടെ കഴിവെത്രയാണോ, നമ്മളിൽ നിന്ന് ആ സംരംഭം തേടുന്നത് എത്രയാണോ, അതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറഞ്ഞ് നമ്മൾ അതിന് രക്ഷപ്പെട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്ന സ്വഭാവത്തിനാണ് പിശുക്ക് എന്ന് അവിടെ പറയാം. പിന്നെ ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ വീട് വെക്കുകയാണ്. ഒരാൾക്ക് ഒരു മാന്യമായി താമസിക്കാനുള്ള വീട് വേണം. ഒരാൾക്ക് അതിന് കഴിവുണ്ട്. മാന്യമായി അയാൾക്ക് താമസിക്കാൻ, അയാൾക്ക് കുടുംബത്തിനും കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികൾ, അവരെയൊക്കെ അവരുടെ പ്രൈവസിയോടുകൂടി അവർക്ക് താമസിക്കാനും ഉറങ്ങാനും പറ്റുന്ന റൂമും സംവിധാനവും സൗകര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും ദൂർത്തല്ല. അപ്പം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താണെന്ന്, ഇതിൻ്റെ ഇടയിലാണ് കാര്യം കിടക്കണം. അപ്പോൾ കുട്ടികൾ അല്ലേ, അവർക്ക് മാന്യമായി വിദ്യാഭ്യാസം കൊടുക്കണം, അതിനുള്ള സംഗതികളൊക്കെ ചെയ്യണം. അവർക്ക് കുടുംബത്തിന് എല്ലാവർക്കും മാന്യമായി ഭക്ഷണം കഴിക്കണം. ഒരാൾ അയാളുടെ ആരോഗ്യത്തിനും അയാളുടെ അഭിരുചിക്കും അനുസരിച്ച് മാന്യമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ കുട്ടികളും എല്ലാം കൂടി ഒരു മുറിയിലിട്ട് അട്ടിക്കെട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂർത്ത് പാടില്ല, മിതവ്യയമാണ്, അല്ലെങ്കിൽ ചെലവ് ചുരുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് ശരിയല്ല. അതവിടെയാണ് പിശുക്കെന്ന് പറയുന്നത്. കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ മാന്യമായ രൂപത്തിൽ അവർക്ക് ആവശ്യമായ ചെലവും കാര്യമൊക്കെ നമ്മൾ കൊടുക്കണം. ഭക്ഷണം, വസ്ത്രം, മാന്യമായ വസ്ത്രം അല്ലേ, മാന്യമായി വസ്ത്രം ധരിക്കാൻ, മാന്യമായി ഭക്ഷണം കഴിക്കാൻ, മാന്യമായി താമസിക്കാൻ, മാന്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ ഉണ്ടാവില്ല, എന്നാൽ പോലും കുറച്ച് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എനിക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ആരൊന്നും നിങ്ങൾ അറിയുന്ന ആളല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട, നമ്മൾ ചിന്തിക്കില്ല. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മദ്രസ ഉണ്ട്, കുട്ടികൾ പഠിപ്പിക്കുന്ന, നമ്മൾക്ക് ദീൻ പഠിപ്പിക്കുന്ന മദ്രസ. അപ്പോൾ അവിടെ 2 കുട്ടികൾ വരും, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം കാണുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്ത ദയനീയത അനുഭവപ്പെടും. അവരുടെ വസ്ത്രം കാണുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അവിടെയൊക്കെ കുവൈത്തിൽ -ഡിഗ്രി ഒക്കെ വരും, അല്ലെങ്കിൽ 0 ഡിഗ്രി ഒക്കെ ചില സമയത്ത് തണുപ്പ് വരും. ഈ തണുപ്പ് കാലത്ത് ഈ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരും. മറ്റു കുട്ടികൾ സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് അങ്ങനെ വരും. എഴുതാനൊരു പെന്നുണ്ടാവില്ല. ഒരു 10 മണിക്കോ ഒക്കെ ഒരു ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാവും. ഇത് പലപ്പോഴും കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഞാനൊരാളോട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടികളൊക്കെ ഇത്തരം സംഗതികൾക്കൊക്കെ ഈ കുട്ടികളെ ഒന്ന് സഹായിക്കാൻ. അപ്പം എന്നോടാ പറഞ്ഞ, ആ കുട്ടികൾ ആരെ കുട്ടികളാണെന്ന് ഞങ്ങളുടെ വിചാരം. അയാളിവിടെ ഒരു ബാങ്കിൽ വലിയ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാളുടെ പിശുക്കാണ് അയാളുടെ പ്രശ്നം. ഒന്നും ചെയ്യില്ല. ഇപ്പം മനസ്സിൽ നിൽക്കില്ലേ? അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. ഇതാരാണ് എന്താണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതാണ് പിശുക്ക്. യഥാർത്ഥത്തിൽ എന്തുമാത്രം മോശപ്പെട്ട ഒരു സംഗതിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം നമുക്ക് ആവശ്യമായ, അപ്പോൾ മാന്യമായ ഒരു വീട് ഒരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ പുരുഷന്മാർക്ക് 3 കാര്യങ്ങൾ അവരുടെ ഭാഗ്യമാണെന്ന്, സൗഭാഗ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആണുങ്ങൾക്ക്, ഇവിടെ ആണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ, പെണ്ണുങ്ങളെന്ന് വേറെ പറഞ്ഞിട്ടുണ്ടാവും. ആണുങ്ങൾക്ക് 3 കാര്യങ്ങൾ സൗഭാഗ്യമാണെന്ന് പറഞ്ഞു. ഒന്ന്, സൗകര്യപ്രദമായ വീട്, നല്ലൊരു വാഹനം. നല്ല വാഹനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ആ പരിധി പാലിച്ചുകൊണ്ട് ഒരു വാഹനം, ഇതൊക്കെ സൗഭാഗ്യം. പിന്നെ സൽസ്വഭാവിയായ ഒരു ഭാര്യ. ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അത് അയാളുടെ സൗഭാഗ്യമാണ്. ഇത് 3 ഇല്ലെങ്കിൽ താമസിക്കാൻ മാന്യമായി മര്യാദക്ക് അന്തസ്സും ഇതും പാലിച്ചുകൊണ്ട് താമസിക്കാൻ പറ്റുന്ന വീടില്ല, അയാളുടെ നിർഭാഗ്യമാണ്. അയാൾക്കൊരു നേരെ ചൊവ്വുള്ളൊരു വാഹനമില്ല, വണ്ടിയുണ്ട്, പക്ഷേ അത് ഒരു വലയും കൂടിയാണ്. നമ്മളൊരു വണ്ടിയും വലയും എന്ന് പറയില്ല, അങ്ങനെ ഒരു വണ്ടിയാണ് അയാൾ. എന്തെങ്കിലും അയാളെ നിർഭാഗ്യമാണ്, അയാൾ പലപ്പോഴും റോട്ടിൽ കിടക്കും. പിന്നെ മറ്റേ കാര്യം പറയണ്ട, ദുസ്വഭാവിയായ ഒരു ഭാര്യയാണെങ്കിൽ അയാളുടെ ജീവിതം പോയി. അപ്പോൾ അയാളുടെ നിർഭാഗ്യമാണ്. അപ്പോൾ സൗഭാഗ്യം എന്ന് പറഞ്ഞത് ഈ സംഗതികൾ അല്ലാണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അയാളോട്
അയാളെ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ദയനീയതയാണ്. നബി ചോദിച്ചു, വാ എന്താ നിന്റെ കോലം ചെയ്യലൊക്കെ, വസ്ത്രം മൊത്തത്തിലൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നു, എന്താ നിന്റെ പ്രശ്നം, നിനക്ക് സമ്പത്തുണ്ടോ? ആ സമ്പത്തുണ്ട്. എന്തൊക്കെ സമ്പത്തുണ്ട്? അയാൾ പറഞ്ഞു, എന്നൊക്കെ സമ്പത്തുണ്ട്. പക്ഷെ നിന്റെ അള്ളാഹു താല തന്ന നിഅമത്തൊന്നും നിന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ദയനീയമായ ഒരവസ്ഥ. അള്ളാഹു താല തന്ന നിഅമത്ത് നമ്മളുടെ ജീവിതത്തിൽ കാണണം. അപ്പം അത് മാന്യമായിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ അതാണ് പിശുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, അല്ലേ, അതുപോലെ മറ്റാവശ്യങ്ങൾ. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ ഈ ടൂറൊക്കെ പോകില്ല, കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് യാത്രയൊക്കെ പോകുമല്ലോ, അതൊക്കെ ദൂരത്തിൽ പെടുമോ? ടൂറൊക്കെ കുറച്ച് പോകണം. സീറോ ഫിൽ അർളെന്ന് പറഞ്ഞില്ലേ, ഭൂമിയിൽ സഞ്ചരിക്കൂ, എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളും അത്ഭുതങ്ങളും മഹത്വങ്ങളും ഒക്കെ കാണും. അപ്പം അതൊരു തെറ്റല്ല. യാത്ര പോവുക, സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക, ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഒന്നരാടൻ ടൂറായാലോ അവിടെയാണ് ദൂർത്താവുന്നത്. എന്നും ടൂറാണ്, അത് ദൂർത്താകുന്നത്. അപ്പം ഈ രണ്ടിൻ്റെയും അവസ്ഥയിൽ വക്കാന ബൈന ദാലിക ഖവാമ, രണ്ടിൻ്റെയും അവസ്ഥയിലാണ്. ധൂർത്തുമില്ല, പിശുക്കുമില്ല. ധൂർത്തുമില്ല, പിശുക്കുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഈ പിശുക്ക് എന്ന് പറഞ്ഞ സ്വഭാവം അത് സൂക്ഷിച്ചാൽ തന്നെ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്ക് അത് വേറൊരു പശ്ചാത്തലത്തിലും കൂടി പറഞ്ഞതാണ്, മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നിടത്ത് കൂടി പറഞ്ഞതാണ്. എന്തായിരുന്നാലും വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, മനസ്സിന്റെ ഈ സങ്കുചിതത്വം ഉണ്ടല്ലോ, പിശുക്ക് എന്ന് പറഞ്ഞ ഈ പരിപാടി, ഈ സ്വഭാവം, അത് സൂക്ഷിച്ചവൻ അവരാണ് വിജയിക്കുക. വേറൊക്കെ പറഞ്ഞു അല്ലാഹു തആല, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ വെച്ചിട്ട് പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഖൈറാണെന്ന് അവർ ധരിക്കണ്ട. എവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭം കേട്ടോ, ഒരു ദീനീ സംരംഭമാണ്. നമ്മളതിന് പങ്ക് വഹിച്ചേ പറ്റൂ, അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അവിടെ മുങ്ങാൻ നോക്കുക, അവിടെ ഊരാൻ നോക്കുക, അതിലല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കുക. എന്നിട്ട് അത് ഹൈറാണെന്ന് അവർ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അനിവാര്യമായി നമ്മൾ ചെയ്തിരിക്കേണ്ട, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിലും അനിവാര്യമായി നമ്മൾ ചെയ്തിരിക്കേണ്ടുന്ന മാന്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ പിന്നെ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടേ അത് ഹൈറൻ വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് നാശമാണ്, അതവർക്ക് കുറ്റമാണ്, പാപമാണ്, മോശമാണ്. അന്ത്യനാളിൽ ഇതൊക്കെ കൂടി കൊണ്ട് അല്ലാഹു തആല അവരെ പൊതിയും, ചുറ്റും, അല്ലേ. എന്നിട്ട് അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ഫലം അവരനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതോ, ഇയ്യാകും ബശുഹ, പിശുക്ക് സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളെ നശിപ്പിച്ചത് ഈ പിശുക്കൻ സ്വഭാവമാണ്. ഹമലഹും അലാ അൻ യസ്ഫികൂ ദിമാഅഹും, അത് അവരെ പരസ്പര രക്തം ചിന്താൻ വരെ പ്രേരിപ്പിച്ചു. ഈ സാമ്പത്തികമായ ആർത്തിയും അതിനോടുള്ള ഭയങ്കരമായ ഈ ഇതും പിടുത്തമാണ് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലേക്കും, എന്നിട്ട് ആ അവസ്ഥയിലേക്ക് വരെ എത്തും. വയസ്തഹില്ലു മഹാരിമഹും, ഹറാമുകളെ ഹലാലാക്കാൻ വരെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഈ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹമാണ്. അപ്പം ഈ പിശുക്കെന്ന് പറഞ്ഞ സ്വഭാവമൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെയ്യേണ്ടതൊന്നും ഇതിങ്ങനെ വെക്കുക, അതൊരു വല്ലാത്ത, അങ്ങനെ നമ്മൾ വായിച്ചിട്ടില്ലേ, കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു കള്ളം കയറിയിട്ട് സ്വർണം കട്ടിക്ക് വെച്ചിട്ടുള്ള ആളുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് ആ പെട്ടി തുറന്നിട്ട് ആ സ്വർണ്ണൊക്കെ എടുത്തു പോയി, പകരം കുറേ കല്ലുകൾ അതിൽ വെച്ചു, എന്നിട്ട് അതിൽ എഴുതി വെച്ചു എന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് സ്വർണ്ണമായാലും കല്ലായാലും ഒക്കെ എന്താ അതിങ്ങനെ കാണണം എന്നല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്കില്ല, വേറെ ആർക്കുമില്ല, എന്നാൽ പിന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്ന് എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതങ്ങടെ വായിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇത് ഇയാൾക്ക് ഉപകരിക്കുന്നില്ലല്ലോ, മറ്റുള്ളവർക്കും ഉപകരിക്കുന്നില്ല. ഇത് കുറേ ഉണ്ട്, ബാങ്കിൽ കുറേ ഉണ്ട്, പെട്ടിയിൽ കുറേ ഉണ്ട്. ഇതിങ്ങനെ കണ്ട് ഇതുകൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ, ഈ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ സമ്പാദിച്ചു വെച്ചതൊക്കെ അയാൾക്ക് ഹൈറാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടോ? അത് ഷെറാണ്. ഇതിൻ്റെ ഒക്കെ ഉത്തരം സമാധാനം നാളെ റബ്ബിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് പറയേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ബഖീലുൻ,
ലുബ്ധൻ, പിശുക്കൻ സ്വർഗത്ത് കിടക്കും. പിശുക്കൻ സ്വർഗത്ത് കിടക്കും. അപ്പൊ അത് എത്ര മോശപ്പെട്ട സ്വഭാവമാണ് നോക്കും. അപ്പൊ പിന്നെ എന്താണ് സംഗതി? വലാ തജ്അൽ യദക മഗ്ലൂലതൻ അലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. ഇതാണ് നമ്മുടെ നിലപാടെന്ന് പറഞ്ഞു. നീ കയ്യ് വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, കയ്യ് പെരടിയിലേക്ക് കൂട്ടിക്കെട്ടരുത്. ഇതിങ്ങനെ ഒന്നും ചെയ്യൂല, ഒന്നും കൊടുക്കൂല, ആർക്കും ഒന്നും കൊടുക്കൂല, ചെയ്യേണ്ടതൊന്നും ചെയ്യില്ല, ഇങ്ങനെ പിടിച്ചു കെട്ടിച്ചില്ല, ഇങ്ങനെ ചെയ്യരുത്. പിന്നെയോ വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, ഇങ്ങനെ മുഴുവൻ വാരിക്കോരി കൊടുക്കുക. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? മുഴുവൻ ഈ പറഞ്ഞ പോലെ വീടിനും ദാർത്തിനും അത് ദൂർത്ത് വേറെ, പിന്നെ ഇനി വേറെ ഉണ്ടെങ്കിൽ സംഭാവന കൊടുക്കുന്നിടത്തും ധർമ്മം കൊടുക്കുന്നിടത്തും സദക്ക കൊടുക്കുന്നിടത്തും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിലോ ചെലവഴിക്കുന്നിടത്തും മനുഷ്യൻ അവന്റെ മുഴുവൻ കൊടുത്തിട്ട് കുട്ടികളും കുടുംബത്തെയും വഴിയാധാരാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കൊടുത്താൽ അത് സ്വീകാര്യമാണോ? ഇല്ല. അപ്പൊ നീ കൈ ഇങ്ങനെ തുറന്ന് പരത്തി വിട്ടിട്ടുള്ളത് മുഴുവൻ വാരി വിതറി ചെലവഴിക്കുന്ന അവസ്ഥയോ നിന്റെ കൈ പെരടിയിലേക്ക് കെട്ടിവെക്കുന്ന അവസ്ഥയോ ഉണ്ടാവരുത്. അങ്ങനെ സംഭവിച്ചാൽ നീ നിന്നിനായി പോകും. അപ്പൊ ഇതാ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഒരു മധ്യമ നിലപാട്. എല്ലാ കാര്യത്തിലും മധ്യതമാണല്ലോ ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്ന് പറയാറുണ്ട്. ഏത് കാര്യത്തിൻ്റെയും മധ്യമ നിലപാടായിരിക്കും അതിലെ ഏറ്റവും ഉത്തമമായ നിലപാട് എന്ന് പറയും. അപ്പൊ സമ്പത്തിന്റെ വിനിമയത്തിൽ ചെലവഴിക്കുന്നിടത്ത് ആ ദൂരത്തിലേക്കും പോകാതെ പിശുക്കിലേക്കും പോകാതെ മാന്യമായ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവർ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ഇനി എങ്ങനെ ഓരോ കാര്യത്തിനും ഇപ്പൊ ഇത് ഉസ്താദിനോട് ചോദിക്കുക എവിടെ ഉസ്താദ് എന്ന് തെരഞ്ഞു നടക്കണോ? വസ്തഫ്തി നഫ്സക്. അവിടെയാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ പ്രസക്തി. ഏത് കാര്യത്തിലും നീ നിന്നോടൊന്ന് ചോദിക്കുക, നിന്റെ മനസ്സിനോട് ഫത്വ. ഇത് ദൂർത്താണോ ഉസ്താദെ? ഇത്ര ചെയ്താൽ ദൂർത്തായോ, എത്ര ചെയ്താൽ പിശുക്കായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുക. ഓരോ കാര്യത്തിലും നിത്യജീവിതത്തിൽ നമുക്ക് പറ്റൂല. പക്ഷെ നമുക്കൊരു മനസാക്ഷി ഉണ്ട്. ആ മനസാക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ മുഫ്തി. നമുക്ക് ഫത്വ തരേണ്ടത്. നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ ഇത് മാന്യമായി ഞാൻ ചെയ്യേണ്ടതാണ് എങ്കിൽ അതാണ്. നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ ഞാൻ മാന്യമായത് ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു എങ്കിൽ അതാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഇത് ഇത്രയും ചെയ്യരുതായിരുന്നു, ഇത് കുറച്ച് കൂടിപ്പോയി, അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ അത് പാടില്ലായിരുന്നു, അത് ഓവറായി, കല്യാണത്തിൽ ഓവറായി, വീടിൽ ഓവറായി, വാഹനത്തിൽ ഓവറായി, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പല 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 അതിലൊക്കെ ഓവറായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ആ തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ അവിടെ അത് ആ ഓവർ തന്നെയാണ്. അതാണ് വസ്തഫ്തി നഫ്സക് എന്ന ജീവിതത്തിൻ്റെ പൊതുവായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് മനസാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങളെ നേരിലേക്ക് നയിക്കൂ. ഷെയ്ഖ് യൂസുഫ് അൽ ഖർളാവി അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം ഇങ്ങനെയാണ്. അത് നിങ്ങളെ എന്താ പറയുക, വടക്ക് നോക്കി യന്ത്രം എന്ന് നമ്മൾ പറയും. നിങ്ങളെ നേരിലേക്ക് ദിശ കാണിക്കും. അതിൽ നിങ്ങൾ ബാഹ്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ സത്യത്തിലേക്കേ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ബലം പ്രയോഗിച്ച് തിരിച്ചാലാണ് അത് തിരിയുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ നേരിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വസ്തഫ്തി നഫ്സക് എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മനസ്സിൽ സന്തോഷം തോന്നുന്നതാണ് നന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഇതിന്റെ വേറൊരു ഹദീസാണ്. അപ്പൊ തിന്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് തിന്മയാണെന്നും ആളുകൾ കണ്ടാൽ മോശമാണെന്ന് നീ വിചാരിക്കുന്നത് തിന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നന്മ എന്താന്ന് ചോദിച്ചപ്പോൾ നിന്റെ മനസ്സിൽ സന്തോഷം തോന്നുന്നത്, നിനക്ക് സമാധാനം തോന്നുന്നത്, തൃപ്തി തോന്നുന്നത്, ശരിയെന്ന് തോന്നി അത് നന്മയാണ് എന്നാണ് പൊതുവെ ഒരു നിലപാട് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ സ്വന്തം മനസാക്ഷിയോട് നീതി ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ മിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ചെലവഴിക്കുമ്പോൾ ധൂർത്തുമില്ല പിശുക്കുമില്ല, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള മധ്യമ നിലപാടാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അവൻ്റെ ഉത്തമരായ അടിയാറുകളുടെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم استغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ.
ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ ഇഖ്ലാസ് നിറക്കണേ തമ്പുരാനെ. കാപട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈമാനോടുകൂടി മരിപ്പിക്കണേ നാഥ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബ ഉച്ചരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി മരിക്കുന്ന നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ, നല്ലവരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു സഹോദരൻ പ്രൊഫസർ മുഹമ്മദ് സാഹിബ്, അദ്ദേഹം കുറച്ച് വിഷമത്തിലാണ്, ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ നാഥ. വേദനയിൽ നിന്ന് ആശ്വാസം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുതേ റബ്ബേ. താങ്ങാനാവാത്ത രോഗങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ നാഥ. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുത്ത് സ്വർഗീയമായ അനുഭൂതികളോടെ അവരുടെ ബർസഖി ജീവിതം അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, നേതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അതാ എല്ലാവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم. الحمد لله رب العالمين. أقم الصلاة.